എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. 9 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ ആശ്വാസമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ ആശ്വാസം പങ്കിട്ട കുടുംബം. കേസ് പൂർണ്ണമായും റദ്ദാക്കണം. എല്ലാവരുടെയും പരിശ്രമം കൊണ്ടാണ് ജാമ്യം ലഭിച്ചതെന്ന് അറസ്റ്റിലായ സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ചെറിയാൻ മാത്യു. കേസ് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം. നിയമ പോരാട്ടത്തിൽ പിന്തുണ നൽകിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബം നന്ദി അറിയിച്ചു. സിസ്റ്റർ വന്ദനയുടെ കുടുംബവും ജാമ്യം ലഭിച്ചതിൽ സന്തോഷം അറിയിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി സഹായിച്ചവർക്ക് നന്ദി അറിയിച്ച് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴ്ത്ത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പരിശ്രമിച്ചു. എത്രയും വേഗം കേസ് റദ്ദാക്കണം. ന്യൂനപക്ഷ അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്നും തീവ്രവാദ ഗ്രൂപ്പുകൾ നിരോധിക്കപ്പെടണമെന്നും മാർ ആൻഡ്രൂസ് താഴ്ത്ത്. കന്യാസ്ത്രീകൾക്കെതിരായ FIR റദ്ദാക്കണമെന്ന് മന്ത്രി P. രാജീവ്. ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും ഈ നിയമങ്ങൾ ഉപയോഗിക്കപ്പെട്ടേക്കാം. വലിയ പ്രതിരോധം ആവശ്യമാണെന്നും മന്ത്രി. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് K. രാധാകൃഷ്ണൻ MP. സംഘപരിവാർ ശക്തികളാണ് കന്യാസ്ത്രീകളെ രാജ്യദ്രോഹികളാക്കിയത്. സംഘപരിവാറിന്റെ മുഖമെന്തെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞുവെന്നും K. രാധാകൃഷ്ണൻ. ചെയ്യാത്ത കുറ്റത്തിനാണ് കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നതെന്നും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ ഇന്നും ആവശ്യപ്പെട്ടത്. നിയമ പോരാട്ടത്തിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകുമെന്നും സതീശൻ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം അതിജീവിച്ചുവെന്നും സുരേഷ്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ രാജസ്ഥാനിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ്. രാജസ്ഥാൻ പോലീസ് കേസെടുത്തത് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ RSS പ്രവർത്തകർ JCBയുമായി എത്തിയെന്നും പാസ്റ്റർ തോമസ് ജോർജ്. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ പാരമ്പര്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വർഗീയ വിദ്വേഷം പടർത്താനുള്ള ഉപാധിയാക്കിയ സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരം. ചലച്ചിത്ര മേഖല ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കുന്നതിനുള്ള ഫിലിം കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. മലയാള സിനിമയുടെ സർവ്വതല സ്പർശിയായ വളർച്ചയ്ക്കും വികാസത്തിനുമായാണ് ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. മോഹൻലാൽ, സുഹാസിനി മണിരത്നം തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥികളായി. സിനിമാ നയത്തിന്റെ കരട് നയരേഖ ന്യൂസ് 18. സിനിമാ മേഖലയിൽ ശക്തമായ നിയന്ത്രണ സംവിധാനം ഉണ്ടാകണമെന്നാണ് ശുപാർശ. നയം നടപ്പാക്കാൻ നിയമനിർമ്മാണം വേണം. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം. വിവേചനം, ലൈംഗികാതിക്രമം, അധികാര കേന്ദ്രീകരണം എന്നിവ നിരോധിക്കണമെന്നും കരട് രേഖയിൽ പറയുന്നു. സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അമ്മ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിനിമാ ലോകത്ത് വിവാദങ്ങൾ മുറുകുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി കുക്കു പരമേശ്വരന്റെ കൈവശമുണ്ടെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞ മെമ്മറി കാർഡിൽ എന്താണെന്ന ചർച്ചയാണ് സജീവം. സൂപ്പർ താരങ്ങൾക്കെതിരായ തെളിവുകളാണെന്ന് ഒരു വിഭാഗം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ട പേരുകളെ ചൊല്ലിയും താരങ്ങൾക്കിടയിൽ ചർച്ചയും വിവാദവും ചൂടുപിടിക്കുകയാണ്. കുക്കു പരമേശ്വരനെതിരെ തുറന്നടിച്ച് നടി ഉഷ. മെമ്മറി കാർഡിൽ ഉള്ളത് കാട്ടി പലരെയും കുക്കു ഭീഷണിപ്പെടുത്തി. അമ്മ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ വന്നയാളെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ഉഷയുടെ പ്രതികരണം ന്യൂസ് 18നോട്. ചേർത്തല ജൈനമ്മ തിരോധാനത്തിൽ പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റു എന്ന് സ്ഥിരീകരിച്ച് ജ്വല്ലറി ഉടമ. വെങ്കടേശ്വർ ജ്വല്ലറി ഉടമ സദാശിവന്റെ സ്ഥിരീകരണം ന്യൂസ് 18നോട്.
സെബാസ്റ്റ്യൻ സ്വർണം വിൽക്കാനെത്തിയത് ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിൽ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. വെങ്കടേശ്വർ ജ്വല്ലറിയിൽ തെളിവെടുപ്പ് നടത്തി പോലീസ്. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് പുതിയ വിവരങ്ങൾ. ചേർത്തലയിൽ ഇന്ന് മറ്റൊരു സ്ത്രീയെ കൂടി കാണാതായതായി പരാതി. തിരുവിഴ സ്വദേശി സിന്ധു എന്ന ബിന്ദുവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. മകളുടെ വിവാഹത്തിന് 2 മാസം ശേഷിക്കെ അമ്പലത്തിലേക്ക് പോയ ബിന്ദു തിരികെ വന്നില്ലെന്ന് ബന്ധുക്കൾ. സെബാസ്റ്റ്യൻ സ്ഥിരം കുറ്റവാളിയെന്ന് ഉറപ്പിച്ചു പോലീസ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. പരാതി SIT അംഗം മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ. പരാതിയില്ലെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചെന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിയുമായി ബന്ധുക്കൾ. ഇന്നത്തെ പരിശോധനയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ രഹസ്യങ്ങളെല്ലാം ഇനി ലോകം അറിയും. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ബെൽത്തങ്കടി കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർണാടക ഹൈക്കോടതി റദ്ദാക്കി. കണ്ടെത്തിയ മനുഷ്യാസ്ഥികൾ 1-ലേറെ പേരുടേതാണെന്ന് സംശയം. കൊലപാതക പരമ്പര ഉണ്ടായെന്ന വാദം ഇതോടെ ബലപ്പെട്ടു. ശാസ്ത്രീയ അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മയുടെ മരണം ഷോക്കേറ്റതുമൂലമെന്ന സ്ഥിരീകരണം. വനമേഖലയോട് ചേർന്ന കൃഷിയിടത്തിൽ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പശു ചത്തതും വൈദ്യുതാഘാതമേറ്റാണ്. മൃതദേഹം കാണപ്പെട്ട സ്ഥലത്തിനടുത്തുള്ള കൊക്കോ തോട്ടത്തിൽ വൈദ്യുതി ലൈനും കണ്ടെത്തി. നിമിഷപ്രിയയുടെ മോചനം ചർച്ച ചെയ്യാൻ ആക്ഷൻ കൌൺസിലിന് യമനിലേക്ക് പോകാൻ അനുമതിയില്ല. കേന്ദ്ര സംഘത്തെയും അയക്കില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ പരിഗണിച്ച് നിമിഷയുടെ മോചനത്തിൽ മധ്യസ്ഥർ നടത്തുന്ന നിർണായക ചർച്ച ഇന്ന് തുടരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം പുറത്തറിയിച്ച ഡോക്ടർ ഹാരിസിനെതിരെ വൈകാതെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് സൂചന. ആരോഗ്യ വകുപ്പിന്റെ നീക്കത്തിന് പിന്നിൽ ഹാരിസിന്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്ന വിലയിരുത്തൽ. നടപടിയെടുത്താൽ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു KGM CTA. ഉപകരണങ്ങൾ കാണാതായെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പോലീസിനെ കൊണ്ട് അന്വേഷണത്തിന് നീക്കം. റിപ്പോർട്ട് ഡോക്ടർ ഹാരിസ് തള്ളി. ഒരു ഉപകരണവും കാണാതായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിക്ക് മറുപടി. നടൻ കലാഭവൻ നവാസിന് വിട. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ട് 6 മണിക്ക് ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് നിഗമനം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ കലാകേരളം. VC നിയമനത്തിൽ ഗവർണറും സർക്കാരും വീണ്ടും നേർക്കുനേർ. സർക്കാരിനെ വകവയ്ക്കാതെ ഗവർണർ മുന്നോട്ട്. ചർച്ചയിൽ നിന്ന് പിന്മാറി മന്ത്രിമാർ. സുപ്രീംകോടതിയെ സമീപിക്കാനും നീക്കം. കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് റൂം തുറക്കുന്നതിന് വിലക്കേർപ്പെടുത്തി VC. നടപടി ഇടതംഗങ്ങളുടെ വഴിവിട്ട ഇടപെടൽ മൂലമെന്ന് വിശദീകരണം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മാമം ചന്തയ്ക്ക് സമീപത്ത് കാറിന്റെ മുൻഭാഗത്ത് നിന്ന് തീയും പുകയും ഉയരുകയായിരുന്നു. ഇതോടെ യാത്രക്കാരായ റോമിനും ഇന്ദിരയും പുറത്തിറങ്ങി. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പത്തനംതിട്ട എളമണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ പൊട്ടിത്തെറിച്ചു. എയർ ഗണ്ണുകളിലെ പെല്ലറ്റാണ് പൊട്ടിയത്. മറ്റ് അപകടങ്ങളില്ല. പാഴ്സൽ പോലീസ് വിശദമായി പരിശോധിക്കും. ആറന്മുളയിലെ പെയ്ഡ് വള്ളസദ്യയിൽ നിന്ന് പിന്മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നടപടി ക്ഷേത്രത്തിനുള്ളിൽ ബോർഡ് വള്ളസദ്യ നടത്തുന്നത് ആചാര ലംഘനമാണെന്ന പള്ളിയോട് സേവാ സമിതിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർപ്പുയർത്തി ഹിന്ദു സംഘടനകൾ. ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം. ഇതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമ്മൾ ന്യൂസ് 3യിൽ കടക്കുന്നത് അതിഥിയിലേക്കാണ്. ഈ ഫാഷൻ ലോകം എപ്പോഴും എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന ഒന്നാണ്. പലരും അത് സ്വപ്നം കാണാറുണ്ട്. പക്ഷേ അവിടേക്ക് എത്തിപ്പറ്റിയാലും അവിടെ താരമാവുക എന്നൊക്കെയുള്ളത് വലിയ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഒക്കെ വേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ആ ഇടങ്ങളിലെ താരപദവി. അങ്ങനെയുള്ള പല വിജയഗാഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കാറുണ്ട്. സ്വന്തം നാട്ടിൽ പോലും അതൊക്കെ ഏറെ പ്രയാസമുള്ള കാര്യമാണെന്നിരിക്കെ മറ്റൊരു രാജ്യത്ത് ചെന്ന് അങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കുമ്പോൾ ആ വിജയത്തിന്റെ തിളക്കം കൂടും. സംശയമുണ്ടോ? അങ്ങനെ ഒരു താരത്തെയാണ് ഇന്ന് നമ്മൾ ന്യൂസ് 3യിലൂടെ പരിചയപ്പെടുന്നത്. ഇത്തവണത്തെ മിസ് നോർത്ത് അമേരിക്ക 2025 സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ കോഴിക്കോട്ടുകാരി ചിത്ര മേനോൻ. ചിത്ര മാധ്യമ പ്രവർത്തകയാണ്. ഗ്ലോബൽ മലയാളി പ്രസ് ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ചിത്ര,
കുറേ കാലം കൂടി ചിത്രയെ ഓൺ സ്ക്രീൻ കാണുകയാണ്. പ്രേക്ഷകരുടെ ഒരു അറിവിലേക്കായി ചിത്ര നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ മാധ്യമപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷ്വൽ മീഡിയ റിപ്പോർട്ടറാണ്. മനോരമ ന്യൂസിലായിരുന്നു ചിത്ര ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ പേർക്കെങ്കിലും ചിലപ്പോൾ മുഖം കാണുമ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ? കുറച്ച് വർഷങ്ങളായതുകൊണ്ട് ഓർമ്മ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. പക്ഷേ ചിത്രയെ എല്ലാവർക്കും അറിയാം. ആ ചിത്രയാണ് ഇപ്പോൾ ഒരു ബ്യൂട്ടി പേജൻ വിന്നറായി ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കത് വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ചിത്ര, ആ ഒരു നേട്ടത്തിൽ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പിന്നെ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഇവിടെയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്നിരിക്കും. എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത്, അതും കാനഡ പോലെ ഒരു രാജ്യത്ത് ചെന്ന് നേടിയെടുത്തത് എന്നൊരു സംശയമായിരിക്കും എല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ സീക്രട്ട് ഫോർമുല ഒറ്റ വാചകത്തിൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ചേച്ചി സോ മച്ച് ഫോർ ഹാവിങ് മീ. അതിന് അങ്ങനെ സീക്രട്ട് ഫോർമുല ഒന്നൊന്നുമില്ല. ഐ വർക്ക് റിയലി ഹാർഡ്. ഞാൻ പാജന്റ് ആക്സിഡന്റലി സംഭവിച്ച ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. അത് ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ എത്തിപ്പെട്ട സമയത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനത് നന്നായിട്ട് യൂസ് ചെയ്തു. ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്തു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതാണ് അതിൻ്റെ ഫോർമുല. പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ചിത്ര, നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരായിരിക്കും, ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കുകയും കാണും, വായിക്കുകയും പറയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു പാഷൻ ഉള്ളിൽ ഇട്ടുകൊണ്ട് നടന്ന് അതിനുവേണ്ടി ഒരുപാട് കഠിനമായ പ്രോസസ്സിലൂടെ കടന്നു പോവുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബ്യൂട്ടി പേജൻസിനെ പറ്റിയൊക്കെ പൊതുവെ കേട്ടിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഈവൻ ഒരു മിസ് കേരള മത്സരമാണെങ്കിൽ പോലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷേ ചിത്രയെ സംബന്ധിച്ച് ചിത്ര ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപാണ് കാനഡയിലേക്ക് പോകുന്നത് അല്ലേ? 2017 എപ്പോഴാണ് പോകുന്നത്? 2017 അല്ലേ? അതെ, 17 അവിടെ പോകുന്നു, അവിടെ വിദ്യാർത്ഥിയായി പോകുന്നു, പിന്നെ അവിടെ ജോലി ചെയ്യുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയൊരു ആക്സിഡൻ്റലി വന്നു പെട്ടു എന്ന് പറഞ്ഞാലും അതിനൊരു വഴി വേണമല്ലോ. അതെങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞതുപോലെ 2017 സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ജോബ് ഹണ്ടിങ്ങിൻ്റെ അതായത് പുതിയൊരു കൺട്രിയിൽ ആ ഒരു ഇക്കോണമി നാവിഗേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയി. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതുപോലെ ഓഫീസിൽ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട്, ഞാൻ ഇവിടെ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്, ജേർണലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഫീസിൽ ഒരു ലിങ്ക്ഡിൻ്റെ കവറിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് വന്നു. അങ്ങനെയാണ് ഷൂട്ട്സ് തുടങ്ങിയത്. അത് പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ടിന് പോയി അവിടുന്ന് തുടങ്ങിയതാണത്. ഇവൻച്വലി ഈ പറഞ്ഞതുപോലെ അത് പാജന്റിലേക്ക് എത്തുമായിരുന്നു. അങ്ങനെ പോർട്ട്ഫോളിയോ ഷൂട്ട്സ് ബിൽഡ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ടായിരുന്നു. അവരുടെ ഒരു 20 years അവർ സെലിബ്രേറ്റ് ചെയ്തത് ഒരു മിസ് ആൻഡ് മിസ്സസ് മലയാളി കാനഡ പാജന്റ് ആയിട്ടാണ്. ആ പാജന്റാണ് ആ പാജന്റിൽ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ട്. അത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഓഡീഷന് പോയി. ഓഡീഷൻ കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് ഞാൻ ആ പാജന്റിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷം മിസ് കാനഡ വന്നത്, 2024 മിസ് കാനഡ. സോ അതിൽ ഞാൻ റണ്ണറപ്പായി, സെക്കൻഡ് റണ്ണറപ്പായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷത്തെ മിസ് കാനഡ. ഈ വർഷം ദെൻ മിസ് നോർത്ത് അമേരിക്ക അഗൈൻ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്കൊന്ന് ട്രാക്കിലേക്ക് കയറിയാൽ പിന്നെ നമ്മുടെ വഴിയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരും എന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ആദ്യം മിസ് മലയാളിയുടെ വെന്യൂല് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അതാണ് എൻ്റെ ഫസ്റ്റ് റാമ്പ്. അതിനു മുമ്പ് ഞാൻ റാമ്പിൽ നടന്നിട്ടൊന്നുമില്ല. ഈ ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോർട്ട്ഫോളിയോ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചില ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. റാമ്പിൽ ഞാൻ ആദ്യമായിട്ട് എത്തിയത് മലയാളി കാനഡ, മിസ് ആൻഡ് മിസ്സസ് മലയാളി കാനഡയുടെ റാമ്പിലായിരുന്നു. പക്ഷെ ആ റാമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഇതായിരിക്കും വെറുതെ. അതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഐ പ്രിപ്പയർഡ് വെരി വെൽ, പക്ഷെ എന്നാൽ കൂടെ അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയൊരു വെന്യൂ ഉണ്ടാവില്ല. അപ്പോഴാണ് മിസ് കാനഡയുടെ ഓഡീഷൻ വന്നത്. ഓഡീഷൻ കഴിഞ്ഞു, എൻട്രി കിട്ടി. അപ്പോഴും ഞാൻ ക്രൗൺ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബട്ട് റണ്ണറപ്പായി. സോ അത് ക്യാരി ഓൺ ചെയ്തു പോയി. ഈ വർഷവും ഞാൻ നേരത്തെ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ എന്നാലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു നോർത്ത് അമേരിക്കയ്ക്ക് പോകണമെന്നുള്ളത്. സോ പക്ഷെ അതിനുവേണ്ടി നോർത്ത് അമേരിക്കയ്ക്ക് വേണ്ടി ഞാൻ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 5-6 months ഞാൻ റിഗറസ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 32 പേരാണ് അതിൽ മത്സരിച്ചത്. നമുക്ക് ആലോചിക്കാം, ഒരു മിസ് നോർത്ത് അമേരിക്ക 37 അല്ലേ? 37 പേര്. ഒരു മിസ് നോർത്ത് അമേരിക്ക എന്നൊക്കെ പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ ആ വരുന്നവരെല്ലാവരും ഒരുപക്ഷെ ഇതിനു വേണ്ടി മാത്രം എത്രയോ കാലമായി മാറ്റിവെച്ച് പ്രയത്നിക്കുന്നവരാവും. അപ്പോഴാണ് ചിത്ര അതിൻ്റെ കൂടെ സൈഡിൽ ജോലിയുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതിനിടയിലൂടെ ഇങ്ങനൊരു കാര്യം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിന് തിളക്കം കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു അതിൻ്റെ ഇടയിൽ? അല്ല, അത് പറഞ്ഞതുപോലെ ഇവിടെ പൊതുവേ ഒരു കാനഡയുടെ ഒരു ഇക്കോണമിക് സിസ്റ്റം അനുസരിച്ച് എല്ലാവരും വർക്കിംഗ് ആണ്. പൊതുവെ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാർ. ഈ വന്ന 37 ആളുകളും
സ്റ്റുഡൻസ് ആണെങ്കിലും കുറച്ച് പേര് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എഫേർട്ട് ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഡേ വർക്കിംഗ് ആണ്. സോ മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഈവനിങ് ആണ് ഇതിന് വേണ്ടിയിട്ട്, പിന്നെ ഈ ഹോളിഡേയ്സോ വീക്കെൻഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അതാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊടുത്തത്. സോ അത് ഞാൻ ഫോക്കസ് ചെയ്തതെന്നാണ് ഫിസിക്കൽ ട്രെയിനിങ്, പിന്നെ ഇന്റർവ്യൂ ആയിരുന്നു ഇതിന്റെ ഒരു കോർ പാർട്ട്. ഇന്റർവ്യൂവും അഡ്വക്കസി ആയിരുന്നു കോർ പാർട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം എടുത്ത് എഫേർട്ട് എടുത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് ആണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ. നമ്മൾ എത്ര കണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്രൈറ്റീരിയ. എല്ലാവർക്കും ഓരോരോ അവനവന്റെ കോറുമായിട്ട് നിൽക്കുന്ന, നമ്മുടെ വാല്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കസി വേണം. ആ അഡ്വക്കസിക്ക് വേണ്ടി നമ്മൾ എത്ര കണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതായിരുന്നു അതൊരു ബിഹൈൻഡ് ദ സ്റ്റേജ് ഇവാലുവേഷനും കൂടെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ അത് ചിത്രയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് ഏരിയയായി മാറിയെന്ന് തോന്നുന്നു. ഇപ്പം മാധ്യമ പ്രവർത്തകയാണ്, അവിടെ മൈഗ്രന്റ് ലേബറേഴ്സിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ റൗണ്ടിൽ അത് തന്നെ സ്വാഭാവികമായും എടുത്തു കാണും അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് എത്രത്തോളം ഒരു സ്ട്രോങ് ഏരിയയായി മാറി? അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വർഷം മിസ് കാനഡയ്ക്ക് പോയപ്പോഴാണ് അഡ്വക്കസിക്ക് വളരെ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പൊ അഡ്വക്കസി വന്ന സമയത്ത് ഞാൻ, അതായത് പൊതുവേ ഇപ്പൊ കാനഡയുടെ ഒരു സിസ്റ്റം, ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷന്റെ ഇഷ്യൂസ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എക്കോണമി നാവിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ ആ എയർപോർട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ഹോം എടുത്ത എക്സ്പീരിയൻസ് ഒന്നും അല്ലാണ്ടാവും. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു പുതിയ ഗ്രൂപ്പ് ഓഫ് ടാലന്റുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ ജോലിയിലേക്ക്, റിയൽ ടാലന്റിലേക്ക് എത്താൻ എനിക്കെടുത്തൊരു സമയം അത് വളരെ ഹ്യൂജ് ഗ്യാപ്പായിരുന്നു. ഓൾമോസ്റ്റ് ഒരുപാട് സമയം ഞാനത് ഗീവ് അപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടില്ല, തിരിച്ചു പോകാനോ എന്നൊക്കെ ഞാൻ വിചാരിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് പുഷ് ചെയ്ത് ആ സ്ഥലത്ത് എത്തിയ സമയത്ത് എനിക്ക് തോന്നി ഇതാണ് എൻ്റെ കോർ വാല്യൂ, ഇതാണ് എൻ്റെ ഒരു കോർ എയിം. അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ മാത്രമല്ല, വരുന്ന ഓരോ ഇമിഗ്രൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവർക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് അതിൽ അങ്ങോട്ട് എത്തേണ്ടത്, അവരുടെ റിയൽ ടാലന്റിലേക്ക് എത്താൻ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്റെ ഭാഗത്ത് നിന്ന്, ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഓരൽസ് പറഞ്ഞതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇതിനു വേണ്ടിയുള്ള ഒരുപാട് അലയൻസസ് ഉണ്ട്, കോളേജ് അലയൻസസ് ഉണ്ട്. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. എന്റെ മെയിൻ ഫോക്കസ് ഇമിഗ്രൻസിന്റെ ഇൻക്ലൂഷനും ജോബ് ഓപ്പർച്യൂണിറ്റീസും വെൽബീയിങ്ങും ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇൻക്ലൂഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസുമാണ് ഞാൻ ഫോക്കസ് ചെയ്ത്. ഇത്തവണ ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഫോക്കസ് ചെയ്തു. ബിക്കോസ് പോകുന്ന ചില ആളുകൾ ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ബാഡ്. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ആ ഒറ്റയ്ക്കാവുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്ത് ചെയ്യണം എന്നറിയാതെ, ഒരു ഗൈഡൻസ് ഇല്ലാതെ, ഒരു മെന്റർഷിപ്പ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, അതിലൊക്കെയാണ് ഇത്തവണ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത്. എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഞാൻ ഒന്റാരിയോയിലാണ്, ഒന്റാരിയോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് കാര്യത്തിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കോളേജസിന്റെ ഭാഗത്തു നിന്ന്, ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയായിട്ട് വീണ്ടും നമ്മൾ ക്രൈസിസ് സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. കാനഡയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ചിത്ര എവിടെയെങ്കിലുമൊക്കെ സ്ഥിരം കാണാറുണ്ട്. ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിയുടെ കൂടെ ഭാഗമാവും അല്ലേ? വളരെ ചെറുപ്പത്തിൽ തന്നെ മീഡിയയിൽ, ഇവിടെ കേരളത്തിലെ വിഷ്വൽ മീഡിയയിൽ അവസരം കിട്ടിയ ഒരാളാണ് ചിത്ര. സാധാരണഗതിയിൽ നമ്മളൊക്കെ ആണെങ്കിൽ അതിൽ ഹാപ്പിയായി നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, നമ്മളെ നാട്ടിലെ ആളുകൾ അറിയുന്നു, കാണുന്നു ഒക്കെ ആകുമ്പം ഹാപ്പിയായി ഇരിക്കേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടായിരുന്നു അതൊക്കെ വിട്ടിട്ട് കാനഡയിലേക്ക് പോവാം, അവിടെ പഠിക്കാം, പിന്നീട് അവിടെ നിൽക്കാം എന്നൊക്കെ ചിന്തിക്കാണ്ടായ കാരണം എന്തായിരുന്നു? മൈഗ്രേഷൻ പറഞ്ഞതുപോലെ അത് ഒരുപാട് നാള് പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഞാൻ കുറച്ചധികം ഹോംസിക് ആണ് നാട്ടില്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നത്ര എല്ലാ വർഷവും വരാൻ നോക്കാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഹോംസിക് ആണ്. ഞാൻ പുറത്തു പോണ കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ കൂടെ എനിക്ക് എഡ്യൂക്കേഷൻ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് അതായത് കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങള് കൂടെ പഠിച്ചിരുന്ന, PG ചെയ്തിരുന്ന കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്ലാനിൽ നിന്ന് വന്നതാണ് മൂവ് ചെയ്താലോ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കാനഡയിലേക്ക് വന്നത്. പക്ഷേ പറഞ്ഞതുപോലെ വന്നു, ആ കുറച്ച് നാളത്തെ ആ ഒരു ഇനീഷ്യൽ പിന്നെ ജോബൊക്കെ കിട്ടിയപ്പോഴാണ് ഓക്കെ ഫൈൻ, ഇനി എന്റെ പാഷൻ ഫോളോ ചെയ്യാമെന്നൊക്കെ തോന്നിയത്. ആ മൈഗ്രേഷൻ അങ്ങനെ ഒരു പ്ലാനിൽ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് അതാണ്, അപ്പൊ മിസ് ചെയ്തില്ലേ കേരളത്തിലെ ഈ മീഡിയയും ഈ പറയണ റെക്കഗ്നീഷനും ഒക്കെ മിസ് ചെയ്തിരുന്നോ? അതൊക്കെ ഇപ്പൊ തിരിച്ച് പതുക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റെക്കഗ്നിഷൻ അല്ല എനിക്ക് മിസ് ചെയ്തത്. എനിക്ക് മിസ് ചെയ്തത് കൂടുതലും, എനിക്ക് നാട്ടിലെ മീഡിയയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് കുറെ നല്ല റിലേഷൻസ് ആണ്, കുറെ നല്ല ആളുകൾ. ഐ മീൻ നമ്മൾ കണ്ടതൊക്കെ ഈ പറഞ്ഞതുപോലെ മീഡിയ ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടത് കലോത്സവത്തിനും നമ്മൾ മീറ്റ്സിനും ഇവന്റ്സ് ചെയ്യുമ്പോഴാണ് ചേച്ചിനെ കണ്ടിട്ടുള്ളത്. ഇതുപോലെ നല്ല ബന്ധങ്ങൾ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല.
പുതിയൊരു കൺട്രിയാണ്. അപ്പോൾ ഒരു സാധാരണ പറയുന്നത് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു റീബേർത്ത് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ സ്വഭാവം മാറുന്നു, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറുന്നു, നമ്മുടെ ഒരു ഇക്കോസിസ്റ്റം മാറുന്നു. നമ്മൾ ആ ഒരു ബയോസ്ഫിയറിലേക്ക് എത്തുന്ന സമയത്ത് ആ ട്രാൻസ്ഫോർമേഷൻ വാസ് ലൈക്ക് റിയലി ഹാർഡ് ഫോർ മീ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറെ കൂടെ ഐസൊലേഷൻ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് കുറെ കൂടെ മിസ് ചെയ്തത്. അതായത് പെട്ടെന്ന് ഓടി ചെല്ലാനോ ഫോണിൽ പെട്ടെന്ന് വിളിക്കാനോ ആൾക്കാരില്ല. അതൊക്കെയാണ് എനിക്ക് കൂടുതൽ മിസ് ചെയ്തത്. പിന്നെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഇവൻച്വലി നമ്മൾ നമ്മുടെ വർക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ലേ, അല്ലാതെ വരുന്നതല്ലല്ലോ. സോ അത് ഐ നോ ദാറ്റ് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ റെക്കഗ്നിഷൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ചിത്ര, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഐസൊലേഷൻ ഇതൊക്കെ കടന്നിട്ടാണ് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ആ കമ്മ്യൂണിറ്റിയിൽ നമ്മളും കൂടി ഉൾപ്പെട്ടതാണ് എന്നൊരു ഫീലൊക്കെ വരുന്നത് വളരെ സമയം എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ മാറ്റി നിർത്തലുകളൊക്കെ ഉള്ള ഒരു നാടാണ് കാനഡ, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു ബ്യൂട്ടി പേജൻറ്റിലൊക്കെ ഒരു ഇമിഗ്രൻ്റ് വന്ന് വിന്നറാവുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നതെന്ന് അറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. പൊതുവേ ഇതൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് മിസ് നോർത്ത് അമേരിക്ക ആണല്ലോ ടൈറ്റിൽ. അതെ, കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന്, അതായത് ഇപ്പോൾ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് പൊതുവേ നല്ല സപ്പോർട്ടാണ്. മലയാളി കമ്മ്യൂണിറ്റി എന്നല്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും നമ്മുടെ അതായത് അവരവരുടെ ആളുകൾ ഒരു ടൈറ്റിൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഒരുപാട് പേരുണ്ടാവും. സോ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കര പ്രൗഡാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ആരായാലും, ഞാനല്ല ആരാണെങ്കിലും അതിന് നല്ല സപ്പോർട്ടാണ്. പൊതുവേ ഇപ്പം നമുക്ക് അങ്ങനെ നാട് മിസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ഒരുമാതിരി എല്ലാ സെലിബ്രേഷനും ഉണ്ട്. ഓണം ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് നമ്മൾ വെൽ കണക്റ്റഡ് ആണ്. അതിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോവിൻസ് എന്നില്ല, അങ്ങോട്ട് മാറി നിന്നാലും ഒക്കെ വെൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി വളരെ പ്രൗഡാണ്. അവർ കഴിയുന്നത്ര സെലിബ്രേറ്റ് ചെയ്യും, നമ്മുടെ ഓരോ വിൻസും സെലിബ്രേറ്റ് ചെയ്യും. നമ്മുടെ ഇപ്പോൾ ലൂസിലാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. സോ ദേ ആർ റിയലി ഗുഡ്. ഇനി മറ്റുള്ളവർ, ഇതിപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞു. എൻ്റെ ചോദ്യം സത്യത്തിൽ അതായിരുന്നു, ഈ കനേഡിയൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവരുടെ നാട് എന്ന പ്രൈഡിൽ ജീവിക്കുന്ന അത്തരം ആളുകൾ ഈ പുറത്തുനിന്ന് വന്ന് ഇങ്ങനെ ഈ ടൈറ്റിലൊക്കെ സ്വന്തമാക്കുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ കാണുന്നതെന്നായിരുന്നു എൻ്റെ സംശയം. കാനഡയുടെ ഒരു കോർ എന്ന് പറയുന്നത് ഇമിഗ്രേഷനും ഹൗസിംഗും ആണ്. കാനഡയിൽ എവിടെ തിരഞ്ഞാലും തട്ടി നടക്കാൻ പറ്റാത്തത്ര ഇമിഗ്രൻസ് ഉണ്ട്. സോ ഇമിഗ്രൻസ് ആണ് കാനഡയുടെ ഒരു ബാക്ക് ബോൺ. അവരുടെ ഒരു സർവൈവൽ സിസ്റ്റം അതാണ്. സോ ഇപ്പൊ കഴിഞ്ഞ തവണ എന്തൊക്കെ പറഞ്ഞാലും പാജൻട്രിയിൽ ഏറ്റവും കൂടുതൽ ക്രൗൺ വാങ്ങിയിട്ടുള്ളത് ഇമിഗ്രൻസ് ആണ്. ഇപ്പൊ കനേഡിയൻസ് എന്ന് പറയാൻ റിയൽ കനേഡിയൻസ് ഇല്ല. എല്ലാവരും ഈ പറഞ്ഞതുപോലെ വന്ന് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വന്ന കനേഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പൊതുവെ കനേഡിയൻസിനെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും നൈസസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്നാണ്. സോ അത് ഭയങ്കര വാം വെൽക്കമിങ് ആണ്. അവര് എന്ത് കാര്യത്തിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇന്റിമസി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദേ ആർ വെരി പ്രൗഡ്. ഇപ്പം എൻ്റെ വർക്ക് പ്ലേസിലാണെങ്കിലും ദേ ആർ വെരി പ്രൗഡ്, ദേ ആർ വെരി ഹാപ്പി. ഒരുപാട് നമുക്കിപ്പോൾ ഒരു പാജന്റിന് പോകണം, ഇത്ര സമയം നമ്മൾ മാറി നിൽക്കും, ഇത്ര ദിവസം ഉണ്ടാവില്ല ഓഫീസിൽ. സോ ഇതൊക്കെ അറിഞ്ഞ് ചെയ്ത് തന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ കാനഡ ഇമിഗ്രേഷൻ, അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പം നോർത്ത് അമേരിക്ക കിട്ടിയതാണെങ്കിലും ഇമിഗ്രൻസിന് തന്നെയാണ് നോർത്ത് അമേരിക്കൻ ടൈറ്റിൽ വന്നത്. കഴിഞ്ഞ തവണ മിസ് കാനഡ ഞാൻ വിൻ ചെയ്ത സമയത്ത്, റണ്ണറപ്പ് ടൈറ്റിൽ ഞാൻ വിൻ ചെയ്ത സമയത്തും ക്രൗൺ വിൻ ചെയ്തത് ഒരു ഫിലിപ്പീനോ കനേഡിയൻ ആണ്. സോ കാനഡയുടെ ഒരു പ്രൈഡ് എന്ന് പറയുന്നത് ഇമിഗ്രൻസ് ആണ്. സോ അവർക്ക് ഇമിഗ്രൻസിന് വേണ്ട സപ്പോർട്ട് കഴിയുന്നത്ര കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ. പക്ഷേ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്, തീർത്തും മാറിക്കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണ്. ആളുകളുടെ സ്വപ്നഭൂമി എന്നുള്ള ആ ലിസ്റ്റിൽ നിന്നൊക്കെ പതുക്കെ കാനഡ മാറി തുടങ്ങിയിട്ടുണ്ട്. അത് കാനഡയിൽ നിൽക്കുന്ന നിങ്ങൾ മലയാളികൾക്ക്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഈ പുതിയ നിയന്ത്രണങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ന്യൂസിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ബീറ്റും ഇമിഗ്രേഷനും ഇന്റർനാഷണൽ അഫയേഴ്സും ആണ്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ, അതായത് ഇമിഗ്രേഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്സ് അനുസരിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓരോ വർഷവും $37 ബില്യൺ ഇക്കോണമിക്ക് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കണക്ക്. ഇത്രയും ഇക്കോണമി, അതായത് ഇത്രയും എമൗണ്ട്, ഇത്രയും കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് പോലും ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ല. അതാണ്
സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ്, പ്രത്യേകിച്ച് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് അവരുടെ കോഴ്സ് കഴിഞ്ഞാലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലുള്ള റെസ്ട്രിക്ഷൻസ്. അതായത് പൊതുവേ ഇപ്പോൾ ഒരു കൺട്രിയിലേക്ക് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്, കാനഡ പോലൊരു കൺട്രിയിലേക്ക് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് വെറുതെ വന്ന് കണ്ട് തിരിച്ചു പഠിച്ചിട്ട് 2 വർഷം പഠിച്ചിട്ട് തിരിച്ചു പോകാനല്ല, സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, PR പെർമനന്റ് റെസിഡന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ആ പെർമനന്റ് റെസിഡൻസി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ക്രൈസിസ്. അപ്പൊ ഇവിടെ വരുന്ന കുട്ടികൾ, ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, അപ്പൊ ഞാനൊന്നും വന്ന പോലത്തെ സിറ്റുവേഷനിൽ ഇറ്റ്സ് റിയലി ബാഡ്. വർക്ക് പെർമിറ്റ് കൺവേർഷൻ നടക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ അതായത് ഏതെങ്കിലും, അതായത് IRCC ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില പെർട്ടിക്കുലർ കോഴ്സുകൾക്ക് മാത്രമേ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇവർ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു, അവർക്ക് PR ആവുന്നില്ല, തിരിച്ചു പോകുന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിൽ നേടിയ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് വാനിഷ് ആയി പോകുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറെ സ്ട്രഗിൾസ് ഉണ്ട്. ദാറ്റ്സ് റിയലി ബാഡ്. ഇനിയിപ്പോൾ ചിത്ര, അടുത്തത് എന്താണ്? ഇതും അപ്രതീക്ഷിതമായിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അധ്വാനിച്ചാൽ എന്തും കിട്ടും, അല്ലെങ്കിൽ എന്ത് നേട്ടവും സ്വന്തമാക്കാം, ഒന്നും അസാധ്യമല്ല എന്നൊക്കെ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന ആയ സ്ഥിതിക്ക് ഇനി അടുത്ത മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? എനിക്ക് എൻ്റെ അഡ്വക്കസി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഇന്റർനാഷണൽ പാജന്റിനെ പറ്റിയിട്ട് ഇപ്പോൾ, അതായത് ഒരു പാജന്റ് വരുന്നുണ്ട്, പക്ഷെ അതിനെപ്പറ്റി വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പറയാൻ ആയിട്ടുള്ള സമയമായിട്ടില്ല. ഓർഗനൈസേഷൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങൾ. അതായത് ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മിസ്സസ് കാനഡ ഇങ്ക് ആണ് ഇത് കണ്ടക്ട് ചെയ്തത്. സോ അതായിരിക്കും ഡിസിഷൻ, അൾട്ടിമേറ്റ് ഡിസിഷൻ വന്നിട്ടില്ല. കാരണം എൻ്റെ പാജന്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. സോ കോൺട്രാക്ട്, ബാക്കി കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ വരുന്നേ ഉള്ളൂ. എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സമയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ മീൻ സംതിങ് ഇസ് കമ്മിങ്, ഐ ഡോണ്ട് നോ. ഇനി അവസാനം ചിത്ര, സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു ബ്യൂട്ടി പാജന്റിന് പോകാൻ പറ്റിയ ആൾ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ചില രൂപങ്ങളുണ്ടല്ലോ, നല്ല മെലിഞ്ഞ് നീണ്ട്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അഴകളവുകളൊക്കെ വളരെ കറക്റ്റ്, അങ്ങനെ ഒരു ആളൊന്നും അല്ല ചിത്ര. ചിത്ര ഒരു സാധാരണ കുട്ടിയാണ്, കേരളത്തിൽ നിന്ന് പോയ ഒരു സാധാരണ മലയാളി കുട്ടിയാണ് ചിത്ര. അപ്പോൾ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, പിറകോട്ട് വലിക്കലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ചിത്രം മറികടന്നത്? ഒരു പക്ഷേ ഇത് കാണുന്ന ഒരുപാട് പേർ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് ഇത് പറ്റില്ലായിരിക്കും എന്ന് ഉള്ളിൽ സ്വയം പിറകോട്ട് വലിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ആ ചോദ്യം. അതായത് ഞാൻ മിസ് കാനഡ ഇതിന് വരുന്ന സമയത്ത് ഓർഗനൈസേഷന്റെ ഒരു മോട്ടോ ആയിരുന്നു വുമൻ ഓഫ് എനി സൈസ് എന്നുള്ളത്. സോ അപ്പൊ ഞാനും ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഹൈറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു റാമ്പിലേക്ക് എത്തും എന്നുള്ളതൊക്കെ. ആൻഡ് ദെൻ ഞാൻ അങ്ങനെ ഹീൽസ് ഇട്ട് റാമ്പിൽ നടന്ന് ശീലിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഇന്റർനാഷണൽ പാജൻട്രിയിലേക്ക് എത്തുന്ന സമയത്ത് കുറെ കൂടെ ഫോക്കസ് ഈ പറഞ്ഞതുപോലെ അഡ്വക്കസിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസിനുമാണ്. ഇതിന്റെ ഒരു മോട്ടോ തന്നെ ബ്യൂട്ടി വിത്ത് എ പേർപ്പസ്, ബ്യൂട്ടി വിത്ത് യുവർ സർവീസ്, ഇതായിരുന്നു. സോ ആ ഒരു പോർഷനിലാണ് കൂടുതലും അതായത് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞത് അത് ഓരോ കൺട്രിയുടെയും ഡിമാൻഡ്സും റിക്വയർമെന്റ്സും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ റിക്വയർമെന്റ്സ് ആയിരിക്കില്ല കാനഡ പറയുന്ന റിക്വയർമെന്റ്സ്. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണെന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സാധനം കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഐ മീൻ ലുക്സ് ആർ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതൊരു ബ്യൂട്ടി ഇൻഡസ്ട്രി തന്നെയാണ്. ലുക്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ബ്യൂട്ടി. നമുക്ക് നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് നമ്മളെ എങ്ങനെ ഗ്രൂം ചെയ്ത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ്സ് ഒക്കെ തന്നെയാണ് ഞാൻ പിക്ക് ചെയ്തെടുത്തത്. എങ്ങനെ എനിക്ക് എന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അതിൽ ഞാൻ എന്തൊക്കെ ബ്രഷ് ചെയ്ത് കൊണ്ടുവരണം, എങ്ങനെ എന്നെ റിഫൈൻ ചെയ്യണം. വേറെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സർവീസ്, നമ്മുടെ ഇന്റർവ്യൂ സ്കിൽസ് ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതൊക്കെ തന്നെയായിരുന്നു കാര്യമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ ഒരു മോട്ടോ വുമൻ ഓഫ് എനി സൈസ് എന്നായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു കിക്ക് ലൈൻ. എന്തായാലും വളരെ വളരെ സന്തോഷം, അഭിമാനം. അങ്ങനെ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി ഒരു ബ്യൂട്ടി പാജന്റ് ഒക്കെ വിൻ ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്കും അഭിമാനിക്കാമല്ലോ. അപ്പം കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ചിത്ര. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. അപ്പോൾ ഇതുപോലെ വീണ്ടും വിളിച്ചിരുന്ന് ഇതുപോലെ വർത്തമാനം പറയാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്രേ പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ പരമാവധി പോളിഷ് ചെയ്ത്, ഇല്ലാത്തത് സ്വപ്നം കാണുന്നതിനപ്പുറത്ത് ഉള്ളതിനെ ഏറ്റവും നന്നായി മിനുക്കിയെടുത്ത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അതിനെ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്നിടത്താണ് വിജയം. അങ്ങനെ വിജയം കരസ്ഥമാക്കിയ ആളാണ് ചിത്ര മേനോൻ. താങ്ക് യു സോ മച്ച് ചിത്ര. വൺസ് അഗെയിൻ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.